എന്തുപടി രാവിലെ കിനാവും കണ്ടിരിക്കുന്നത്? ഇന്ന് ലോട്ടറി കച്ചവടത്തിനൊന്നും പോകുന്നില്ലേ? മാമി എനിക്ക് തീരെ വയ്യ, പനിയാന്ന് തോന്നുന്നു. അടുക്കളയിലെ മരുന്ന് വാട്ടയില് പനിയുടെ ഗുളി ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചിട്ട് പെട്ടെന്ന് പാൻ നോക്കൂ. അല്ല, വെയിലും ഉണ്ട്, കിടപ്പാവും. ഇന്ന് പോണോ? എടി കൊച്ചേ, ലോട്ടറി വിറ്റ് വന്നാലേ വല്ലതും കഴിക്കാൻ പറ്റൂ. അല്ലാതെ കണ്ടവനൂടെ അറിയിപ്പോ നിന്റെ തള്ളയൊന്നും കൊണ്ട് വെച്ചിട്ടില്ല തിന്നാന്. ഞാൻ കുറച്ചുകഴിഞ്ഞിട്ട് പോയാ പോരെ? കമ്പോളം അടച്ചിട്ടാണോ പോന്നെ? പോവാണെങ്കിൽ കാലത്തെ പോണം. പിന്നെ പോട്ട് വരം വെച്ച് പച്ചക്കറിയും തേങ്ങയും വാങ്ങിച്ചോണ്ട് വരണം. പറഞ്ഞേട്ടാ. മോളെ ഒന്ന് എടുക്കോ? അടിക്കുന്ന തന്നെ മോളെ. സാറേ 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 ഒരു ലോട്ട് എടുക്കാറ്. മനസ്സിലായല്ലേ? എന്നത്തേണെങ്കിൽ സാറ് ലോട്ടറി എടുക്കാത്തത് സാർ? അല്ല, അതിനു മുമ്പ് ആ മോളങ്ങ് പോയി. ഒന്നും പറയണ്ട സാർ, എൻ്റെ ഒരു പഴയ സ്നേഹിതന്റെ ഒരു മോളാണ്. അവൻ 24 മണിക്കൂറും വെള്ളം. നാട്ടുകാരെല്ലാരും കൂടെ പിടിച്ച് DD സെന്ററിൽ കൊണ്ടിട്ടെന്നാണ് അറിഞ്ഞത്. അവിടെ നിന്നും ചാടിപ്പോയെന്നാണ് അറിഞ്ഞത് ഞാൻ. പിന്നെ ഇടയ്ക്ക് അവളെ വീടും ജപ്തി ചെയ്തു. അവളെ അമ്മയുണ്ടല്ലേ, വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇപ്പം ഏതോ ഒരു വകയിലെ മാമിയുടെ കൂടെയാണ് ആ കുഞ്ഞിപ്പോ താമസിക്കുന്നത്. നല്ലോണം പഠിച്ചോണ്ടിരുന്ന കൊച്ച ഇപ്പൊ ലോട്ടറി കച്ചവടം. പക്ഷെ ആ ബാങ്കുകാരെ ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിണ്ടല്ലേ ആ കുഞ്ഞിന്റെ ഗതി ഇതാവില്ലായിരുന്നു. സാറേ, സാറേ ഞങ്ങൾക്ക് ആകപ്പാടുള്ള കിടപ്പാടാണ് സാറേ. അനി മോളെയും കൊണ്ട് എങ്ങോട്ടാണ് സാറേ പോവാം? ഞങ്ങൾക്കൊന്ന് സാവകാശം തരും സാറേ. സാവകാശം വേണമെന്ന് പറഞ്ഞ് പലിശയുടെ പലിശ എന്തെത്തരായെന്ന വിചാരം. പകുതിയെങ്കിലും അടയ്ക്കാമെങ്കിൽ എന്തെങ്കിലും സാവകാശം തരാം, അല്ല സാറേ? എടാ, അതെങ്ങനെ ശരിയാകും? തനിക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടി. മൊത്തം അമൗണ്ട് എപ്പോൾ അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒന്നാമത് അടയ്ക്കാനുള്ള കാലാവധിയെ കഴിഞ്ഞടിക്കാം. സാറേ, ഇതിന്റെ ഭർത്താവ് വെള്ളം അടിച്ച് തേര പര നടക്കുക. ഇത് വീട്ടുജോലി ചെയ്തും തൊഴിലുറപ്പിനും പോയാ ഇതുങ്ങൾ ജീവിക്കുന്നത്. ഒത്തിരി സാവകാശം കൊടുക്കണം സാറേ. ഇതൊക്കെ പറയാം, നിങ്ങളാരാ? ഞാൻ ഇതിന്റെ ഭർത്താവിന്റെ സഹോദരിയാ. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, അതങ്ങോട്ട് കൊടുക്ക്. അങ്ങനെങ്കിൽ ആ കാര്യം നടക്കട്ടെ. സാറേ, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല സാറേ. ഇവിടുന്ന് ഇറങ്ങിയ വേറെ വീടില്ല സാറേ. സാറേ, എന്തെങ്കിലും ചെയ്തു സാറേ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതി പറയാം. ഞാൻ സീൽ ചെയ്തേ. സാറേ 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 പ്ലീസ് സാറേ. സാറേ സാറേ
വേദന എടുക്കുന്നെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. വേദനയ്ക്ക് അങ്ങനെ എപ്പോഴും പെയിൻ കില്ലർ എടുക്കാൻ പാടില്ല ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ. അത് കാരണം ഞാൻ കൊടുത്തതുമില്ല. അതിനെന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാ ഒന്ന് ഉറങ്ങിയത്. പള്ളിയിൽ പോയിട്ട് അച്ഛനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അച്ഛൻ പള്ളി പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കില്ല. അത് കഴിയുമ്പോ ഇങ്ങ് വന്നോളൂ. കൊച്ചിനോടൊന്ന് പറഞ്ഞു വെച്ചായ എനിക്ക് വേദനയ്ക്കുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ തരാൻ. വേദനിച്ചിട്ട് വയ്യ മനുഷ്യൻ. എത്രന്ന് വെച്ചിട്ട് വേദന സഹിക്കും. എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ തരാൻ പറ. മോളെ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്താ പറഞ്ഞൊന്ന് പറയണം കേട്ടോ. ശരി. ഞാൻ ചോദിച്ചു എന്ന് പറയും. അവളെന്താ ഇങ്ങോട്ട് വരാത്തപ്പോ? പണ്ടൊരാകാനായിട്ട് ഈ വേദന ഉറക്കം വന്നിട്ട് വയ്യോ. ഈ ചായ കുറച്ച് ഉറങ്ങട്ടെ. മോളോടൊന്ന് പറയട്ടോ. ഞാനേ ഞങ്ങളെ കുറെ വിളിച്ചപ്പോ വിളി കേട്ടില്ലല്ലോ. കർത്താവേ, ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് എന്തിനാ ഈ ക്രൂര ശിക്ഷ കൊടുക്കുന്നത്? ഒരുപക്ഷെ ഇവരത് അനുഭവിക്കണത് കാണണമെന്നുള്ളതായിരിക്കും എന്റെ ശിക്ഷയല്ലേ? ഞാൻ മോളുടെ മുറിയിലുണ്ടാവും. ഉണരുമ്പോ പറഞ്ഞാൽ മതി. ഹലോ ലളിതേ, ലളിതേ. ആ ചേട്ടൻ എന്താ ഇത് പിടിക്ക്? കടയിലെ പറ്റുകാശേ ഞാൻ ശമ്പളം കിട്ടിയിട്ട് കൊണ്ട് തരാം ചേട്ടാ. ഞാനിപ്പോ വന്ന അതിന്. പിന്നെ ചിത്ര മോളില്ലേ ഇവിടെ? ഉണ്ടല്ലോ. മോളെ ഒന്ന് വിളിക്കണം. ചിത്രേ, എന്താ മോളെ ചേട്ടാ? കാണാൻ വേണ്ടി വന്നതായിട്ട്. ഞാൻ ആ പാണ്ടിട്ട ആള് എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ. നിങ്ങളോ? ആ, ഓ, ഇവിടെ വന്നോ? ഈ വീടും ജപ്തി ചെയ്യാനാ എനിക്ക് വന്നത്. ഞങ്ങളത് വെറുതെ വിട്ടൂടെ? ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അത് പറ. ഇപ്പോഴല്ലേ എനിക്ക് ആളെ മനസ്സിലായത്. ഒരു കുടുംബം തല്ലി തകർത്തപ്പോ അല്ല സമാധാനമായല്ലേ. ലളിതേ, നീ ഒന്ന് സമാനപ്പെടും. അവർക്ക് അവരേതായ ജോലി അവർക്ക് നോക്കിയല്ലേ പറ്റൂ. ആയിക്കോട്ടെ, കുറച്ച് കാലതാമസം കൊടുക്കായിരുന്നല്ലോ, അത് ചെയ്യായിരുന്നല്ലേ. സഹോദരി, ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. അലക്സ് എന്റെ ഒരു പരിചയക്കാരനുമാണ്. കുട്ടിക്ക് ആവോളം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിലൊരു പങ്ക് അലക്സിനുമുണ്ട്. സഹോദരി പറഞ്ഞതൊക്കെ ശരിയാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് അലക്സ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്ത് ചെയ്യാനാ? എന്നെ ഇട്ടിട്ട് പോയ എന്റെ അച്ഛനമ്മയെ കൊണ്ടുവരാനോ? അതോ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ജീവിതം തരാനോ? എന്റെ വിദ്യാഭ്യാസം തരുമോ? അതേ മോളെ, മോൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ വേണ്ടിയാണ് അലക്സ് സാർ വന്നിട്ടുള്ളത്. മനസ്സിലായില്ല. ചിത്ര മോളുടെ ഇനി എല്ലാ കാര്യങ്ങളും നോക്കാൻ അലക്സ് തയ്യാറാണ്. അത് പ്രായച്ചിത്തമെന്നോ പശ്ചാത്താപമെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം.
എനിക്കൊന്നും ആരും ചെയ്യണ്ട. എനിക്ക് ആരുടെ സഹായവും വേണ്ട. ഞാൻ ലോട്ടറി വിറ്റോ ഭിക്ഷ എടുത്തോ ജീവിച്ചോളാം. പിന്നെ അങ്ങൾ എനിക്ക് വേറെ സഹായം ചെയ്തു തരണം. ഇനി ഈ അങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇതെൻ്റെ കാർഡ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. വേണ്ട സാറേ, അതിനെ എന്റെ വഴിക്ക് വിട്ടേ. കൊച്ചേ, നീ എന്തിനാ കരയുന്നത്? അവര് പോയി. ഒരു കണക്കിനെ ആ സാർ എന്ത് ചെയ്ത്? ലോൺ എടുത്തത് അടയ്ക്കാത്ത നിന്റെ അച്ഛനും അമ്മയല്ലേ? ആ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. മാമി, കുറച്ചുകൂടി സമയം അവർക്ക് തന്നുകൂടായിരുന്നു. തന്നിട്ടെന്തിനാ? 10 വർഷം തന്നിട്ട് അടയ്ക്കാൻ പറ്റാത്തതാണോ 3 മാസം കൊണ്ട് അടയ്ക്കുന്നത്? ആ വീട് പോയോണ്ടല്ലേ എന്റെ അമ്മ എന്നെ കളഞ്ഞിട്ട് പോയെ, എന്റെ ജീവിതം പോയെ, എന്റെ പഠിപ്പ് പോയെ. എടി മോളെ, ആ വീട് ജപ്തി ചെയ്തില്ലായിരുന്നെങ്കിലും നിന്റെ അമ്മ അവന്റെ കൂടെ പോവായിരുന്നു. ആ ബന്ധം തുടങ്ങിയിട്ടേ കുറെ നാളായി. അതുകൊണ്ടാ നിന്റെ അച്ഛൻ വെള്ളമടിക്കുകയും നിന്നെ കളഞ്ഞിട്ട് പോവുകയും ചെയ്തത്. അല്ലാതെ ആ സാറൊന്നും ചെയ്തിട്ടല്ല. മാമി പറഞ്ഞിരുന്നു, നിന്റെ ജീവിതം ഇങ്ങനെ ആയതേ നിന്റെ അമ്മ ഒറ്റ കാരണമാണ്. ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ അവള് നിന്നെ കളഞ്ഞിട്ട് പോവായിരുന്നോ? ഞാൻ വിശ്വസിക്കത്തില്ല. ഡേ, പോട്ട് എത്ര നാളായി നിന്റെ അമ്മ? നിന്നെ ഒരു വട്ടം കാണാനും വന്നോ? എന്തിനാ ഒരു ഫോൺ കോൾ ചെയ്തോ? ഇവിടെ എല്ലാവരുടെയും നമ്പർ അവിടെ കയ്യിലുണ്ടല്ലോ. അവക്കറിയാം നീ വളർന്നു വരുമ്പോഴേ ഒരു ബാധ്യതയാവുന്നു. അവിടെ സുഖം തേടിപ്പോയി. ആർക്ക് വേണ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? എടി മോളെ, ആർക്കും ഇല്ലാത്തവർക്ക് ദൈവം ഒരു കച്ചിത്തുരും വിട്ടു തരും. അതിൽ പിടിച്ചു കയറണം. നിനക്ക് പഠിച്ച് വലിയ ജോലിക്കാരിയാണോന്നല്ലേ ആഗ്രഹം? അതെ, ആ സാറ് സാധിച്ചു തരും. ഞാൻ അങ്ങയുടെ കൂടെ പോകുന്നാണോ പറഞ്ഞേ? നടക്കത്തില്ല. എന്റെ പട്ടിയോ ഞാൻ ഇവിടെ കിടന്ന് അറിയിച്ചോളാം. എടി കൊച്ചേ, ഭാഷയൊക്കെ നല്ലതാ, അത് ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം. എനിക്ക് നിന്നെ എത്ര നാൾ നോക്കാൻ പറ്റും? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ നിനക്ക് ആരുണ്ട്? നഷ്ടപ്പെട്ടു പോയ ജീവിതം മോളെ, അത് തിരിച്ചു പിടിക്കണം. അതിന് നേരെ മുഖം തിരിച്ചു നിൽക്കില്ലേ. നീ ഇന്നേ നല്ലോണം ആലോചിക്കും. മതി 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 മതി, കുഴപ്പമില്ല. പൊക്കോ. മോളെ, ഇതാണ് അങ്കിളുടെ വൈഫ്. ഒരപകടത്തില് നടുവിന് പരിക്ക് പറ്റി കിടപ്പിലായതാ.
ഇനി അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ പ്രൊഫഷണൽ എത്തിക്സിൻ്റെ പുറകെ പോയപ്പോൾ ആരുടെയും ദുഃഖങ്ങളോ സങ്കടങ്ങളോ മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും ശരി. അതിന് എനിക്ക് ദൈവം തന്ന ശിക്ഷയത്. ഇപ്പോ റിട്ടയർമെന്റ് കാലം ആസ്വദിക്കേണ്ട സമയത്ത് എനിക്ക് ഇതനുഭവിക്കാനാ യോഗം. മോളെപ്പോലെ ഒരുപാട് പേര് അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരാളെങ്കിലും അങ്ങനെ പ്രായശ്ചിത്തം ചെയ്തേ പറ്റത്തുള്ളൂ. നല്ല സുന്ദരി കൊച്ചല്ലേ? മോളുടെ പേരെന്താ? ചിത്ര. ചിത്ര. അച്ചായ, നമ്മുടെ മോളെ കാണിച്ചായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയായിരുന്നു. മോള് കണ്ടിട്ട് വാട്ടാ. ഇതൊക്കെ അവളോട് ഇങ്ങോട്ട് വരാൻ പറയണേ. എത്ര നേരമായി ഒന്ന് കണ്ടിട്ട്? പറയടാ മോള് വാ. ചെല്ലി പോയിട്ട് വാട്ടാ. മോളെ, ഇതാ അങ്കിളുടെ മോള്. മോളെ, ഇതാ ചിത്ര. നമുക്കിഷ്ടമായോ? ഇവള് പഠിക്കാനൊക്കെ മിടുക്കിയ. അച്ഛൻ കാരണം ഇവക്ക് കാര്യങ്ങളെല്ലാം അച്ഛൻ മോളുടെ അടുത്ത് പറഞ്ഞിരുന്നതല്ലേ? ആ ആക്സിഡന്റിന് ശേഷം എനിക്ക് തിരികെ കിട്ടിയത് ജീവനറ്റ എൻ്റെ മോളെ, പാതി തളർന്ന എൻ്റെ ഭാര്യയാണ്. എന്നെക്കാളും മുമ്പേ എൻ്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു ഞങ്ങളുടെ മോള് ഞങ്ങളെ വിട്ടു പോയെന്നുള്ളത്. പക്ഷെ ഇപ്പോഴും അവൾ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ സ്വയമേ ആശ്വസിപ്പിക്കുകയാണ് അവളെ തന്നെ. ആ പാവത്തിന് വേറെ എന്ത് ചെയ്യാൻ കഴിയും? കൂടെ മോളെ മോളെ എന്ന് കിടന്ന് വിളിക്കും. മോളടുത്ത് ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ. ഇനി അണ്ണന്റെ വൈഫ് മോളെ എന്ന് വിളിക്കുമ്പോ മറുപടി കേൾക്കാൻ വേണ്ടി നോക്കിവിടെ നിൽക്കാവോ പ്ലീസ്? അവളിവിടെ ഉണ്ടാവും.